ജലീൽ പുനലൂർ, നോക്കൂ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ തുടക്കം മുതൽ അദ്ദേഹമാണ് ഈ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പുച്ഛമാകാം, പരിഹാസമാകാം. ഇന്നും പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ വിഷയമൊന്നും കിട്ടിയില്ലേ, ഈ രണ്ട് പേരെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്നൊക്കെയാണ് ചോദ്യം. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അദ്ദേഹം VHP നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. അപ്പോൾ തുടക്കം മുതൽ അദ്ദേഹത്തിന് അറിയാം, ഇതിൻ്റെ നാൾ വഴികൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, അന്നേ ഈ അമ്മ പറയുന്നുണ്ട്, അതായത് പെറ്റമ്മ പറയുന്ന ഈ കുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ എന്ന്. പക്ഷെ സമ്മതിച്ചു കൊടുക്കില്ല. ആരാ സമ്മതിച്ചു കൊടുക്കാത്തത്? ഇവിടുത്തെ ഇടതു മുന്നണി നേതാക്കൾ. അവർക്കാണല്ലോ ഈ കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്, അമ്മയേക്കാൾ കൂടുതൽ അറിയുന്നത് അവർക്കാണല്ലോ. അന്നേ തർക്കിച്ച് നിൽക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ ആശുപത്രി രേഖകൾ ഹാജരാക്കുന്നു, ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നു. ഇവർ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണ്, വ്യാജരേഖകളാണ് എന്ന് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യുന്നു. ഈ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഇത് മധ്യപ്രദേശ് സർക്കാർ, നോക്കൂ, മധ്യപ്രദേശ് സർക്കാരിന് ഈ ഒരു ചെറിയ കേസിൽ ഇടപെട്ട് സമയം കളയാനൊന്നുമില്ല. നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേരളത്തിലെ സർക്കാരുകളെ പോലെയൊന്നുമില്ല. മധ്യപ്രദേശ് അറിയാമല്ലോ, മധ്യപ്രദേശിൻ്റെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ വ്യാപ്തി, വിസ്തൃതിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഒരു ചെറിയ കേസിന് വേണ്ടി സമയം കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴും എന്തുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല ശ്രീ ജലീൽ പുനലൂർ? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് ബുദ്ധിമുട്ട്? ഞാനത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഞാൻ. അങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ താങ്കൾ. അല്ല, പറഞ്ഞിരുന്നോട്ടെ. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ സാറ് പിന്നെ വ്യക്തിപരമായി ഇങ്ങനെ എന്റെ തോളിൽ കയറിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് മോഹഭംഗം വന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം, താങ്കൾ ചോദിച്ചു അദ്ദേഹത്തോട് പുച്ഛമാണോ പരിഹാസമാണോ എന്ന്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പുച്ഛിക്കില്ല. കാരണം വ്യക്തിപരമായി അദ്ദേഹം എന്നേക്കാൾ ഉയർന്ന ആളാണ്, വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, നിയമവിദഗ്ധനാണ്. പക്ഷെ അദ്ദേഹത്തോട് ചില കാര്യത്തിൽ എനിക്ക് പരിഹാസം തോന്നിപ്പോകും. കാരണം 2.5 മാസക്കാലങ്ങൾക്ക് മുമ്പ് ഇതേ ഫ്ലോറിൽ ഇതേ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അന്ന് അദ്ദേഹം ഇങ്ങനെ കുട്ടിക്കോഷിച്ചുകൊണ്ട് പറഞ്ഞതാണ്, NIA വരും, മധ്യപ്രദേശ് പോലീസ് വരും, ശിവൻകുട്ടിയെയും AA റഹീമിനെയും പൊക്കിക്കൊണ്ട് പോകും, ശിഷ്ടകാലം. അന്ന് അദ്ദേഹത്തിന് കൂട്ടിന് ആരാധ്യനായ ബഹുമാന്യനായ നമ്മുടെ മുൻ DGP അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കുറെ കാലം ഇവരവിടെ കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞത്. 2.5 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹം നാളെ വരുന്ന വിധിയുടെ ഒരു സൂചന അദ്ദേഹം തന്നെ തന്നിരുന്നു. ചിലപ്പോൾ ഹൈക്കോടതി ഇതങ്ങ് സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ തള്ളിക്കളയും. എന്റെ പൊന്നിൽ അലിവിളയിൽ സാറേ, നാളെ ഈ കേസിൽ എന്ത് വിധി വന്നാലും അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടതാ. ഞങ്ങളൊന്നും ഈ പറയപ്പെടുന്ന ആ ദാടിക്കാരൻ, അവന്റെ പേര് പോലും നമ്മളവന്റെ ഒന്നും വക്താവല്ല. അന്ന് തന്നെ ഞാൻ വളരെ രൂക്ഷമായി പറഞ്ഞു, എവിടോ കിടന്ന ഒരുത്തൻ, ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല, മുസ്ലിം അല്ല, പേര് കൊണ്ട് മുസ്ലിമായി. ഇപ്പൊ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരുമല്ലോ ആരിഫ് ഹുസൈൻ, നാളെ അയാൾ ഇതുപോലെ എന്തെങ്കിലും തോന്നിയാസം ചെയ്താൽ ഇവിടുത്തെ മുസ്ലിം പള്ളികളും മുസ്ലിം സമുദായവും ബാധ്യതപ്പെടണോ? അനിൽ വിളയിൽ സാർ എന്തെങ്കിലും ചെയ്താൽ ഹിന്ദു സമൂഹമായി അതിൽ കക്ഷിയാകണോ? അതൊക്കെ അതാത് വ്യക്തികളുടെ കാര്യമാണ്. ഇന്നലെ കണ്ട് നെടുമങ്ങാട്ട് ഞാൻ നിങ്ങൾ അങ്ങനെ ചർച്ച കൊണ്ടുവരുമെന്ന് ഇങ്ങനെ ആശിച്ചിരുന്നതാ. അഷ്കർ എന്ന് പറയുന്ന ഒരു ക്രൂരൻ, അവൻ 2 or 3 വിവാഹം കഴിച്ചു. അവന്റെയൊക്കെ കുറെ പെൺകുട്ടികൾ പോകുന്നതിന് പെൺകുട്ടികളെ നമ്മൾ പറയുക എന്നുള്ളതിനപ്പുറം അതിലൊക്കെ ഒരു സമുദായമോ ഏതെങ്കിലും ഒരു മതമോ എങ്ങനെയാണ് കക്ഷിയാകുന്നത്? പിന്നെ ഞാൻ ആദരിക്കുന്ന ഒരു ഗുരുവര്യയാണ് ശശികല ടീച്ചർ. അവര് പറഞ്ഞു, എന്റെ ആ വീഡിയോ എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും സന്ധ്യാനാമത്തെ പോലെ അത്രത്തോളം ശ്രേഷ്ഠമാണോ എന്റെ വീഡിയോ? ഓക്കെ, ആയിക്കോട്ടെ, അത് കേൾപ്പിക്കണം. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇസ്ലാം മതത്തെ വികൃതമാക്കി കാട്ടുവാൻ വേണ്ടി സാമ്രാജ്യത്വവും സൈനിസവും തട്ടിക്കൂട്ടിയ ഒരു വാടക ഗുണ്ടാ സംഘമാണ് IS. അതിൽ മുസ്ലിങ്ങൾ പോയി പെടരുത്. ഇന്ത്യയിൽ അതിൽ പോയി പെടുന്നത് പാവപ്പെട്ട ഹിന്ദു സമുദായത്തിലെ ഉള്ള ആളുകളാണ്. അവരെ വിശ്വ ഹിന്ദു പരിഷത്തും ശശികല ടീച്ചറും ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് ഈ ISISൽ പ്രവർത്തിക്കുന്നവരാരാ? അവരെ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാ? ഏത് മതം ഫോളോ ചെയ്യുന്നവരാ? അവർക്ക് ഒരു മതവുമില്ല. ആർക്ക്? ക്രൂരന്മാരാ. അതല്ല ഞാൻ ചോദിച്ചത്, അവർ ഫോളോ ചെയ്യുന്ന മതം ഏതാണ്? നേരത്തെ ടീച്ചർ ചോദിച്ചത് ISISലുള്ളവർ സംഘികളാണോ? ആണോ? ഞാൻ പറഞ്ഞുതരാം. മുസ്ലിമോ അല്ല. ബാഗ്ദാദി എന്ന് പറയുന്നത് ജൂതനാണ്.
IS സ്ഥാപകൻ എന്ന് പറയുന്നവൻ ഇസ്രയേൽ വംശജനായ ബാഗ്ദാദിയാണ്. അല്ലാതെ അവൻ മക്കത്തെ പള്ളിയിലെ ഇമാമല്ലായിരുന്നല്ലോ, മദീന പള്ളിയിലെ ഇമാമായിരുന്നല്ലോ. അവരൊക്കെ അതിനെതിരായിട്ട് ഫത്വ ഇറക്കുകയാണ്. അതാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അതിനു മുമ്പുള്ളത് പോട്ടെ, രാജ്യത്തിന്റെ സുപ്രധാനമായ രഹസ്യങ്ങൾ പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യത്തിന് ചോർത്തി കൊടുത്തവരുടെ പേര് നമുക്ക് വേണമെങ്കിൽ നാളെ ഒന്ന് ചർച്ച ചെയ്യാം. അവരെ ആ പേരുകാരോ മുസ്ലിങ്ങളുണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ ഞാൻ അവരെ ബോധവൽക്കരിക്കാം. മറ്റു പേരുകാരുണ്ടെങ്കിൽ ശശികല ടീച്ചറും അനിൽ വെളയിൽ സാറും, നിങ്ങളാണല്ലോ ഹിന്ദു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കുത്തക ഏറ്റെടുത്തിരിക്കുന്നത്, അവരെ ഒന്ന് ഉപദേശിക്കണം. പിറന്ന മണ്ണ് ദേവന് തുല്യമാണ്, അത് സ്വർഗത്തേക്കാൾ നല്ലതാണ്. അതുകൊണ്ട് പിറന്ന മണ്ണിന്റെ രഹസ്യങ്ങൾ അരക്കുപ്പി കള്ളിനും 500 രൂപയ്ക്കും ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിനും വേണ്ടി ഒറ്റിക്കൊടുക്കുന്നത് അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും തെറ്റാണെന്നുള്ള ഒരു സന്ദേശം വിശ്വഹിന്ദു പരിഷത്ത് നടത്തട്ടെ. അനിൽ വെളയിൽ സാറിന്റെ അടുത്ത് ഇന്നാളെ ഞാൻ പറഞ്ഞല്ലോ, ബാലികയോടുള്ള നിങ്ങളുടെ ഈ ഒടുങ്ങാത്ത വാഞ്ച ഞാൻ ആദരിക്കുന്നു. പക്ഷെ അത് ഈ ഒരു പെൺകുട്ടിയിൽ മാത്രം നിർത്തരുത്. 10,000-കണക്കിന് ബാലികമാർ ചേരികളിൽ ഒരു നേരത്തെ മലമൂത്ര വിസർജനം ചെയ്യാൻ നിവൃത്തിയില്ലാതെ അലയുന്നുണ്ട്, ശുദ്ധജലം കിട്ടാതെ അലയുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ അലയുന്നുണ്ട്. കരുതലോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അന്ന് വേശ്യാവൃത്തിക്ക് ഈ ചേരികളിലെ ബാലികമാരെ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് ആട്ടിനെ പട്ടിയാക്കിയാണ് അന്ന് താങ്കൾ ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് 100-കണക്കിന് 1000-കണക്കിന് പെൺകുട്ടികൾ ബാലവേശ്യാവൃത്തിയിൽ അടിമപ്പെടുന്നു. ഉടനെ താങ്കൾ അതിന് മറ്റൊരു ആംഗിളിലേക്ക് കൊണ്ടുപോയി ഹിന്ദുക്കളെയാണ് ഞാൻ പറഞ്ഞതെന്ന്. ഒരു കാലഘട്ടത്തിലും ഞാൻ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ പേരെടുത്തത് പറയില്ല. അത് മനുഷ്യ സഹജമായ തെറ്റാണ്. അത് തിരുത്തപ്പെടാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്നു കൊണ്ട് ഈ ഏതെങ്കിലും ഒരുത്തൻ കാണിക്കുന്ന തെമ്മാടിത്തത്തെ ഉയർത്തി കാട്ടിക്കൊണ്ട് ലോകത്ത് നിർണായകമായ ഒരു ശക്തിയായ അല്ലെങ്കിൽ വലിയ ജനസംഖ്യയുള്ള ഒരു സമൂഹത്തെ മുഴുവനും അടച്ചാക്ഷേപിച്ചാൽ വടക്കേ ഇന്ത്യയിലെ പോലെ അനിൽ വെളയിൽ സാറിന്റെ സംവിധാനം ഇവിടെ രക്ഷപ്പെടുമെന്നുള്ള ഒരു വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട. കാരണം എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ് നിങ്ങൾ. താങ്കളെക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ് ടീച്ചർ, അതിനേക്കാൾ അറിവുള്ള ആളാണ് അനിൽ നമ്പ്യാർ. നിങ്ങൾ പറയുന്നത് എന്താണെന്നും ഞാൻ പറയുന്നത് എന്താണെന്നും അല്ലല്ല കൃത്യമായി ബോധ്യപ്പെടുന്നവരാണ് കേരളത്തിലെ ഹൈടെക് അംഗൻവാടികളിൽ പഠിക്കുന്നവർ. മധ്യപ്രദേശിൽ ചെലവാകും. താങ്കൾ പറഞ്ഞല്ലോ ആധാർ കാർഡിനെ കുറിച്ച്. ആധാർ കാർഡ് ഈ പറയപ്പെടുന്ന അംഗീകൃത രേഖ അല്ലെങ്കിൽ അനിൽ വെളയിൽ സാറേ, താങ്കൾ ഒരു അഭിഭാഷകൻ ഒരു എയർ ടിക്കറ്റ് ഒന്ന് എടുത്തു തരുമോ? ഒരു പാസ്പോർട്ട് നിങ്ങൾ ആധാർ കാർഡ് എടുത്തു നോക്കൂ. നിങ്ങളുടെ ജനനം സംബന്ധിച്ചുള്ളത് ആധാർ കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ജനന രേഖ അത് നിങ്ങൾ ആധാർ കാർഡിനെ ഡിപ്പെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധാർ കാർഡ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പിൽ ചേരണമെങ്കിൽ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ, ഏത് കാര്യത്തിലും ആധാർ കാർഡ് നിർബന്ധമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില കേസുകളിൽ അനിൽ വെളയിൽ സാറിന് പോലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ആയുധമായി ആധാർ അവിടെ നിൽപ്പുണ്ട്. അതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ മറ്റൊന്ന് പറഞ്ഞു, അച്ഛന്റെ കണ്ണീർ. ഞാൻ പറഞ്ഞല്ലോ അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരിനൊപ്പമാണ് ഞാൻ. പക്ഷെ ശശികല ടീച്ചർ ആ കണ്ണീർ മറ്റു പലരുടെയും കാണണം. കണ്ണൂർ ജില്ലയിൽ മാത്രം എന്റെ അറിവിൽ എത്രയോ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ 18ഉം 19ഉം വയസ്സുള്ളവര് പോയി അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. ഇവിടെ ഉടനെ പോപ്പുലർ ഫ്രണ്ടുകാർ പറയും അത് എന്തോ കുരുക്ഷേത്രമാണ്. അതാ ഞാൻ അവരോടും പറയാറുണ്ട്, പോയി പണി നോക്കണോ. ഇഷ്ടമുള്ള പെണ്ണിന് അവന്റെ കൂടെ ജീവിക്കാന് താല്പര്യമെങ്കിൽ പോയി ജീവിക്കട്ടെ. എന്റെ വാർഡിൽ നിന്ന് പോലും 22 മുസ്ലിം പെൺകുട്ടികൾ പോയിട്ടുണ്ട്. അല്ല, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുക്കളെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് വൻതോതിൽ. തീർച്ചയായിട്ടും. അല്ല, മനുഷ്യരെ അവർ എന്തോ അമ്പലത്തിൽ പോയി താലി ചാർത്തുന്ന ഫോട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ ഇട്ടു തരാം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. അവർക്ക് അമ്പലമാണ് ശരിയെങ്കിൽ അവർ പോകട്ടേന്നേ. 18 വയസ്സ് കഴിഞ്ഞ ആയിഷയ്ക്ക് ഹിന്ദു മതമാണ് ശരി, അദ്ദേഹത്തിന് അനിൽ എന്ന് പറയുന്ന പേര് ഒറ്റ കാര്യം തെറ്റിദ്ധരിപ്പിക്കരുത്. അതായത് ഇപ്പൊ നോക്കൂ, മറ്റ് മതങ്ങളിലുള്ളവരെ വിവാഹം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വിവാഹം കഴിച്ച എൻ്റെയൊക്കെ എത്ര സുഹൃത്തുക്കളുണ്ടെന്നറിയോ? അല്ലാതെ ഈ നിർബന്ധിച്ച് മതം മാറ്റി, പ്രലോഭനങ്ങളിൽ പെടുത്തി മതം മാറ്റി അവരെ ഇതുപോലെ ഐസിസിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആട് മേയ്ക്കാൻ കൊണ്ടുപോവുക, അത്തരം പ്രവൃത്തികളോടുള്ള വിയോജിപ്പാണ് ആവർത്തിച്ച് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ നിങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ ഇഷ്ടമാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ കഴിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ?
അവരൊന്നും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ലല്ലോ. ഇത് ഒരു സമൂഹത്തെ മോശമാക്കുക അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തകർക്കുക എന്ന ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ ഇടപെടലുകളെയാണ് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് പരാമർശിക്കുന്നത്. അപ്പോൾ അതിനെ താങ്കൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. ഇപ്പോൾ നോക്കൂ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു ഇവരൊന്നും ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ISIS-ലുള്ളവർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല, ഈ ലവ് ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരല്ല. പക്ഷേ ഈ മുസ്ലിം നാമധാരികളാണല്ലോ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തള്ളിപ്പറയാനുള്ള ആർജവം എന്തുകൊണ്ട് നിങ്ങളുടെ മതമേധാവികൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എവിടെയാണ്, ആരാണ് തള്ളിപ്പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ ISIS-ൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയവർ, താങ്കൾ ആ പട്ടിക നോക്കൂ. ഏതെങ്കിലും ഇപ്പോൾ പാണക്കാട്ടെ തങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മൗലവിയോ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇവരൊന്നും യഥാർത്ഥ ഇസ്ലാമിസ്റ്റുകളല്ല എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ഇപ്പോൾ താങ്കൾ പറഞ്ഞു, താങ്കൾ വിശാലമായി ഇതിനൊക്കെ കാണുന്നു, പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ചിലപ്പോഴൊക്കെ പുറത്ത് ചാടുന്നുമുണ്ട്, ചിലപ്പോൾ പുറത്ത് ചാടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തള്ളിപ്പറയാനുള്ള ആർജവം ഈ മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കാണിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇതൊരു ഭാഗത്ത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത് നിർബാധം തുടരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പലർക്കും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്, പള്ളി കമ്മിറ്റി ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ചില ഈ ISIS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിയ ആ കേസിൽപ്പെട്ടവരുടെ അച്ഛൻ, ബാപ്പ അല്ലെങ്കിൽ ഉമ്മ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇനി ഞങ്ങളുടെ മകനല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും ഇവർ ഇസ്ലാമിസ്റ്റുകളല്ല, ഇവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറയാനുള്ള ആർജവം ഏതെങ്കിലും ഈ ഇസ്ലാം മതത്തിൻ്റെ മേധാവികളായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് പറയുന്നില്ല? ആ ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. അല്ല, അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതിൽ താങ്കൾക്കും ജനൻ ടിവിക്കും ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ താങ്കളോട് അടിവരയിട്ട് പറഞ്ഞു, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സമ്മേളനമാണ് അറഫാ ദിനത്തിലെ അറഫാ സംഗമം മക്കയിലെ. അവിടെ വെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഹറമിലെ ഇമാം ലോകത്തോട് പറഞ്ഞത്, IS അടക്കമുള്ള ഒരു സംഘടനകൾക്കും തീവ്രവാദത്തിലേക്ക് നമ്മൾ പോകരുത്, അവർക്കൊരു പ്രോത്സാഹനം നൽകുക. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള AP വിഭാഗം, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത EK വിഭാഗം, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ നേതൃത്വത്തിലുള്ള ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമ, ഇതിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയുള്ളവരാ. 2 മുജാഹിദ് വിഭാഗങ്ങൾ. ഈ വിഭാഗങ്ങളൊക്കെ ഞാൻ എതിർക്കുന്ന ആളാണ്. താങ്കൾക്കറിയാം, പാണക്കാട് തങ്ങന്മാർ, അവർക്ക് അവരുടേതായ ഒരുപാട് കുഴപ്പമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് തീവ്രവാദ വിരുദ്ധ റാലി നടത്തിയ ഒരു സംഘടനയാണ്. ഞാൻ അതിനെ അങ്ങേയറ്റം എതിർക്കുന്ന ഒരു സംഘടനയാണ്, അതിനെ ചെറുതായി കാണരുത്. പക്ഷേ ഇവിടെ എവിടെയാണ് എന്റെ ഇപ്പൊ 6.5 ലക്ഷം മുസ്ലിങ്ങളുള്ള കൊല്ലം ജില്ലയിലാണ് ഞാൻ ജീവിക്കുന്നത്. IS-ൽ പോയ ഒരു മുസ്ലിമിന്റെ, ഒരു ജമാഅത്ത് അംഗമായ ജമാഅത്തിൽപ്പെട്ട എല്ലാ മുസ്ലിങ്ങളും ജമാഅത്തുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു മുസ്ലിമിന്റെ പേര് നിങ്ങൾ 3 പേര് പറഞ്ഞു തന്നാൽ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പറയുന്ന പണിക്ക് ചെയ്യാൻ പോകും. കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ മുസ്ലിങ്ങൾ കുറവാണ്. മലപ്പുറം ജില്ലയുടെ കണക്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ താങ്കൾ പറഞ്ഞത് ശരിയാ. ഒരു ചെറുപ്പക്കാരൻ കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ വെടിവെച്ച് കൊന്നു അവനെ. അവന്റെ ഉമ്മ പറഞ്ഞു, രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോയവന്റെ മയ്യത്ത് എനിക്ക് കാണരുതെന്ന് പറഞ്ഞ ഉമ്മയുടെ മക്കളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണം, അവരെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഹിന്ദു വിഭാഗത്തെ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുകയോ ചെയ്തോളൂ, നമുക്കൊന്നും അതിനെതിരില്ല. പക്ഷേ ഹിന്ദു ദർശനങ്ങൾ വിഭാവന ചെയ്യുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമഭാവനയിലേക്ക് ശശികല ടീച്ചറും അനിൽ വിളയിൽ സാറും അടക്കണം വന്നാൽ നമ്മുടെ നാട് എത്ര സുന്ദരമായി പോകും. ഞങ്ങളൊന്നും ഹിന്ദുക്കളുടെ ശത്രുക്കളല്ല, മുസ്ലിങ്ങൾ എല്ലാവരും പുണ്യാളനാണെന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. അതിലും കുറെ തോന്നിയാസങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ ഒന്നിച്ചെതിർക്കണം. പക്ഷേ അതിനെ ഏതവനെങ്കിലും ചെയ്യുന്ന ഒരു ദുഷ്പ്രവൃത്തിയെ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ഒരു സംവിധാനത്തിന്റെയോ മേൽ ചാർത്തപ്പെടുന്നത് നീതിയല്ല, അത് നിങ്ങൾ തന്നെ വിഭാവന ചെയ്യുന്ന ഹൈന്ദവ ദർശനത്തിന് എതിരാണ് എന്ന് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.